ബന്ദികളെ വിട്ടു നൽകാം, പക്ഷേ അതിനു മുൻപ് ഒരു കണ്ടീഷൻ: യുദ്ധം അവസാനിപ്പിക്കണം. യുദ്ധം അവസാനിപ്പിക്കാൻ ഇസ്രയേലിന്റെ ഭാഗത്തു നിന്ന് ശ്രമങ്ങൾ ഉണ്ടായില്ല എങ്കിൽ ബന്ദികളായവരെ ഒരിക്കലും വിട്ടു നൽകില്ല എന്ന് ഭീഷണി മുഴക്കിയിരിക്കുകയാണ് ഹമാസ്. കഴിഞ്ഞ ദിവസം നെതന്യാഹു ഗാസ സന്ദർശിച്ചിരുന്നു. ഗാസ സന്ദർശനത്തിനിടെ അദ്ദേഹം പറഞ്ഞ ഒരു വാചകം അക്ഷരാർത്ഥത്തിൽ ഹമാസിനെ ഇപ്പോൾ ഭയപ്പാടിലാക്കിയിരിക്കുകയാണ്. ഇനി ഈ ഭൂമിയിൽ ഭരിക്കാൻ ഹമാസ് മടങ്ങി വരില്ല എന്നായിരുന്നു നെതന്യാഹു പറഞ്ഞത്. ഈ പ്രസ്താവനയ്ക്ക് ശേഷമാണ് ഹമാസ് ബന്ദികളെ മടക്കിത്തരാം, പക്ഷേ യുദ്ധം അവസാനിപ്പിക്കും എന്ന് ഉറപ്പു നൽകണം എന്ന് ആവശ്യപ്പെട്ടിരിക്കുന്നത്. ബന്ദികളെ മടക്കി നൽകി കഴിഞ്ഞാൽ യുദ്ധം വീണ്ടും ഇസ്രായേൽ തുടരുകയാണ് എങ്കിൽ അത് ഹമാസിന്റെ അന്ത്യത്തിലേ എത്തുകയുള്ളൂ എന്ന് ഹമാസ് ഭയപ്പെടുന്നു. തടവുകാരാക്കിയവരെ വിട്ടു നൽകിക്കൊണ്ട് യുദ്ധം അവസാനിപ്പിക്കാനുള്ള കരാർ ഉണ്ടാക്കില്ല എന്ന് ഹമാസ് നേതാവ് ഖലീൽ അൽ ഹയ്യ പറയുന്നു. അൽ അക്സയ്ക്ക് നൽകിയ അഭിമുഖത്തിലാണ് ഹമാസ് അവരുടെ നിലപാട് വ്യക്തമാക്കിയത്. യുദ്ധം അവസാനിപ്പിക്കുക എന്നതാണ് ആദ്യം ചെയ്യേണ്ടത് എന്നും ബന്ദികളെ വിട്ടു നൽകുക എന്നത് അതിനുശേഷമുള്ള കാര്യമാണ് എന്നാണ് ഖലീൽ അൽ ഹയ്യ പറയുന്നത്. ആക്രമണം അവസാനിപ്പിക്കാൻ ഇസ്രായേൽ തയ്യാറായില്ല എങ്കിൽ പിന്നെ എന്തിനാണ് ബന്ദികളായവരെ വിട്ടു നൽകുന്നത് എന്ന് ഹമാസ് ചോദിക്കുന്നു. മധ്യസ്ഥ ചർച്ചകൾ ഇപ്പോഴും നടക്കുന്നുണ്ട്, അത് തുടരട്ടെ എന്ന അഭിപ്രായമാണ് ഞങ്ങൾക്കുള്ളത് എന്ന് ഹമാസ് പറയുന്നു. ചർച്ചകളുടെ പുരോഗതി തടസ്സപ്പെടുത്തുന്നത് നെതന്യാഹു ആണ് എന്നും അൽ ഹയ്യ ആരോപിച്ചു. യുദ്ധം എത്രയും വേഗം അവസാനിപ്പിച്ചില്ല എങ്കിൽ ഹമാസിന് ഒരിക്കലും പലസ്തീൻ ഭരിക്കാൻ ബാക്കി ഉണ്ടാകില്ല എന്നാണ് കഴിഞ്ഞ ദിവസം ഗാസയിൽ നടത്തിയ സന്ദർശനത്തിനിടെ നെതന്യാഹു പറഞ്ഞത്. കരയുദ്ധത്തിലെ വിവരങ്ങൾ നേരിട്ട് മനസ്സിലാക്കുന്നതിനു വേണ്ടിയാണ് അദ്ദേഹം ഗാസയിൽ സന്ദർശനം നടത്തിയത്. പ്രതിരോധ മന്ത്രിയും കരസേനാ മേധാവിയും നെതന്യാഹുവിനോടൊപ്പം ഉണ്ടായിരുന്നു. ഹമാസിനെ ഭൂമുഖത്ത് നിന്ന് ഉന്മൂലനം ചെയ്യുമെന്നും ഭീകര സംഘടനയുടെ സൈനിക ശേഷി പൂർണ്ണമായും നശിപ്പിച്ചു എന്നും നെതന്യാഹു കൂട്ടിച്ചേർത്തു. ഇപ്പോഴും 101 ഇസ്രായേലികൾ ഹമാസ് ബന്ദികളായി തുടരുകയാണ്. അവരെ കണ്ടെത്തുന്നതിനായുള്ള തെരച്ചിൽ തുടരുമെന്നും നെതന്യാഹു പറഞ്ഞു. ഹമാസ് ബന്ദികൾക്ക് $5 മില്യൺ വീതം നൽകും. ബന്ദികളെ ഉപദ്രവിക്കാൻ ധൈര്യപ്പെടുന്നവരെ വേട്ടയാടി കൊലപ്പെടുത്തുമെന്നും നെതന്യാഹു കഴിഞ്ഞ ദിവസം ഗാസയിൽ വ്യക്തമാക്കിയിരുന്നു. ഗാസയിൽ കാണാതായ 101 ഇസ്രായേൽ ബന്ദികൾക്കായുള്ള തിരച്ചിൽ തുടരും. ഇവരുടെ കുടുംബങ്ങൾക്ക് $5 മില്യൺ വീതം നൽകും. ബന്ദികളെ ഉപദ്രവിക്കാൻ ശ്രമിക്കുകയാണ് എങ്കിൽ അങ്ങനെ ഉപദ്രവിക്കാൻ ശ്രമിക്കുന്നവരെ വേട്ടയാടി പിടിച്ചില്ലാതാക്കും എന്ന മുന്നറിയിപ്പും കഴിഞ്ഞ ദിവസം നെതന്യാഹു നൽകിയിരുന്നു. 2023 ഒക്ടോബർ 7-നാണ് ഇസ്രായേലിൽ ഹമാസ് ഭീകരർ ആക്രമണം നടത്തിയത്. അന്ന് ഗാസയിൽ നിന്ന് ഹമാസിന്റെ ആയിരക്കണക്കിന് റോക്കറ്റുകൾ ഇസ്രായേലിൽ തീമഴയായി പെയ്തിറങ്ങി. 1200 ഇസ്രായേലികൾ കൊല്ലപ്പെട്ടു. 200-ലേറെ ഇസ്രായേലികളെ ബന്ദികളാക്കി. ഇസ്രായേൽ അന്ന് ഗാസയിൽ തുടങ്ങിയ തിരിച്ചടി ഇപ്പോഴും തുടരുകയാണ്. ഹമാസ് ഭീകരരെ ഏതാണ്ട് പൂർണ്ണമായും തന്നെ കൊന്നൊടുക്കിയതിന്റെ സൂചനയാണ് ഇപ്പോൾ നെതന്യാഹു പങ്കുവയ്ക്കുന്നത്. അതേസമയം 6 പലസ്തീനിയൻ തടവുകാരെ ഇസ്രായേൽ സൈന്യം വിട്ടയച്ചതായി റിപ്പോർട്ടുകൾ പുറത്തുവരുന്നു. കരീം അബു സലേം അതിർത്തിയിലൂടെയാണ് ഇവരെ അയച്ചത് എന്നാണ് പലസ്തീൻ വൃത്തങ്ങൾ വെളിപ്പെടുത്തിയിരിക്കുന്നത്. റഫ, ഗസ സിറ്റി, ജബലിയ അഭയാർത്ഥി ക്യാമ്പ്, ബെയ്ത് ഹാനൂൻ എന്നിവിടങ്ങളിൽ നിന്നുള്ള തടവുകാരാണ് വിട്ടയക്കപ്പെട്ടത്. മാനസികവും ശാരീരികവുമായ പീഡനങ്ങൾക്ക് തടവുകാർ ദിവസവും ഇരയാവാറുണ്ട് എന്ന് വിട്ടയക്കപ്പെട്ടവർ പറഞ്ഞു. ഭയാനകവും നിന്ദ്യവുമായ ദുരിതങ്ങളാണ് ഇസ്രായേലി തടവറകളിൽ തടവുകാർ നേരിടേണ്ടി വരുന്നത് എന്നും അവർ പറയുന്നു. ഗാസയിൽ ആക്രമണം ശക്തമാക്കിയിരിക്കുകയാണ് ഇപ്പോൾ ഇസ്രായേൽ. 24 മണിക്കൂറിനിടെ ഗാസയിൽ ഇസ്രായേൽ നടത്തിയ ആക്രമണങ്ങളിൽ 50 പേർ കൊല്ലപ്പെട്ടു എന്നാണ് വിവരങ്ങൾ. ഒരു വർഷത്തിലേറെയായി ഗാസയിൽ ഹമാസിനെതിരെ ഇസ്രായേൽ അവരുടെ പോരാട്ടം തുടരുകയാണ്. ഇസ്രായേൽ നടത്തുന്ന സൈനിക നടപടികളിൽ ഇതുവരെ 43,972 പേരാണ് കൊല്ലപ്പെട്ടത്. 1.04 ലക്ഷം പേർക്ക് പരിക്കേറ്റിട്ടുണ്ട്. അതേസമയം ഹിസ്ബുള്ളക്കെതിരെ ലെബനനിൽ ഇസ്രായേൽ നടത്തുന്ന സൈനിക നടപടിക്കിടെ ചൊവ്വാഴ്ച ഒരു ഇസ്രായേലി പട്ടാളക്കാരൻ കൊല്ലപ്പെട്ടു. ഇതോടെ ലെബനനിൽ കൊല്ലപ്പെടുന്ന ഇസ്രായേലി പട്ടാളക്കാരുടെ എണ്ണം 49ആയി. അതിനിടെ ഹമാസിന്റെ ദോഹയിലെ രാഷ്ട്രീയകാര്യ ഓഫീസ് സ്ഥിരമായി അടച്ചിട്ടില്ല എന്ന് ഖത്തർ സ്ഥിരീകരിച്ചു. വെടിനിർത്തൽ ചർച്ചകളോട് മുഖം തിരിച്ചു എന്ന് ആരോപിച്ച് ഹമാസ് നേതാക്കളോട് രാജ്യത്ത് നിന്ന് പോകാൻ ഖത്തർ ഉത്തരവിട്ടു എന്ന് നേരത്തെ റിപ്പോർട്ടുകൾ ഉണ്ടായിരുന്നു. 2023 ഒക്ടോബർ 7-ന് തെക്കൻ ഇസ്രായേൽ ആക്രമിച്ച് ഹമാസ് ബന്ദികളാക്കിയ ഓരോ വ്യക്തിക്കും $50 ലക്ഷം, ഏകദേശം 42 കോടി രൂപ സഹായധനം നൽകുമെന്ന് പ്രധാനമന്ത്രി ബെഞ്ചമിൻ നെതന്യാഹു അറിയിച്ചിരുന്നു. തെക്കൻ ലെബനനിലുണ്ടായ ഇസ്രായേൽ ആക്രമണത്തിൽ 4 UN സമാധാന സേനാംഗങ്ങൾക്ക് പരിക്കേറ്റു. ലെബനനിലെ 34 പൈതൃക കേന്ദ്രങ്ങൾക്കുള്ള സുരക്ഷ യുനെസ്കോ വർദ്ധിപ്പിച്ചിരിക്കുകയാണ്. ലെബനന്റെ പാർലമെന്റ് കെട്ടിടത്തിന് സമീപവും ആക്രമണമുണ്ടായതായി റിപ്പോർട്ടുകളുണ്ട്. അതിനിടെ ഗാസയിലേക്ക് ഭക്ഷ്യവസ്തുക്കൾ കൊണ്ടുവന്ന 100-ലേറെ ലോറികൾ കൊള്ളയടിക്കപ്പെട്ടു എന്ന് പലസ്തീൻ അഭയാർത്ഥികൾക്കുള്ള UN ഏജൻസിയായ UNRWA പറഞ്ഞു. കൊള്ളക്കാർക്ക് നേരെ നടത്തിയ നടപടിയിൽ 20 പേർ കൊല്ലപ്പെട്ടു എന്ന് ഹമാസ് അറിയിക്കുന്നു. ലെബനനിൽ വെടിനിർത്തൽ കൊണ്ടുവന്നാലും ഹിസ്ബുള്ളക്കെതിരെ പോരാട്ടം തുടരും എന്ന് തന്നെയാണ് നെതന്യാഹുവിന്റെ നിലപാട്. ന്യൂസ് ഡെസ്ക് കർമാൻസ്.